നമ്മൾ ചാപ്റ്റർ നമ്പർ 3 കണ്ടിന്യൂ ചെയ്യാണ്. ക്രിയേറ്റിംഗ് പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സ് എന്ന ചാപ്റ്റർ നമ്പർ 3-ലെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ടേബിൾ ഓഫ് കണ്ടൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, മറ്റൊന്ന് ഇൻഡെക്സ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡെക്സ് പേജ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി പ്രാക്ടിക്കൽ സൈഡ് വളരെ ഈസിയായി. നമുക്ക് ഒരു ഡോക്യുമെൻ്റ് എടുക്കാം. അപ്പം എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഡോക്യുമെൻ്റാണ്, ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്കറിയാം കുറേ കണ്ടൻറ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലൊരു പേജുണ്ട്, ആ പേജിന് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് എന്ന് പറയുന്നു. ഇതിനകത്ത് എന്താ ഉണ്ടാവുക, ഈ ബുക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ്ങുകൾ, ഇത്തരം കാര്യങ്ങളായിരിക്കും ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന പേജിനകത്ത് ഉണ്ടായിരിക്കുക. അത് ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലാണ് പൊതുവെ ഉണ്ടായിരിക്കുക. ഒരു ബുക്ക് എടുത്താൽ ആ ബുക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ ബുക്കിനകത്ത് ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട്, ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ ഹെഡിങ്ങുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെ സബ് ഹെഡിങ്ങുകളാണുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. ആ പേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡോക്യുമെൻറ്റിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഹെഡിങ്ങുകളാണ് സോഷ്യൽ വർക്ക്, പിന്നെ സിവിൽ റൈറ്റ്സ്, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്, ഡിസബിലിറ്റി പേ എന്ന് കുറേ സബ് ഹെഡിങ്ങുകളുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു ബുക്കാണെങ്കിൽ ഈ ബുക്ക് മൊത്തം നമുക്ക് മറിച്ച് നോക്കുന്നതിന് പകരം എന്തൊക്കെ മെയിൻ ഹെഡിങ്ങുകളാണ് അതിനകത്തുള്ളതെന്ന് അറിയണമെങ്കിൽ എവിടെ നോക്കിയാൽ മതി, ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റിനകത്ത് നോക്കിയാൽ മതി. ഇതേപോലെയുള്ളൊരു സംഭവം തന്നെയാണ് ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത്. ആ ഇൻഡെക്സ് പേജ് ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുക, എല്ലാ കണ്ടൻറ്റും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത്. അതിനെ ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് എന്ന് പറയും. ഏതിനകത്ത്, റൈറ്ററിനകത്ത്. ഇൻഡെക്സ് പേജിനകത്ത് എന്താ ഉണ്ടാവുക, ഇൻഡെക്സ് പേജിനകത്ത് ഈ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ബുക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സിന് ഏതൊക്കെ പേജിനകത്താണുള്ളത് എന്ന കാര്യമാണ് ഇൻഡെക്സ് പേജിനകത്ത് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യം, ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റും ഇൻഡെക്സ് പേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടേബിൾ ഓഫ് കണ്ടൻറ്റിനകത്ത് വളരെ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. ആ ബുക്കിനകത്തുള്ള ചാപ്റ്ററുകൾ അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽസ്, സബ് ടൈറ്റിൽസ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഏതിനകത്ത് ഉണ്ടാവുള്ളൂ, ടേബിൾ ഓഫ് കണ്ടൻറ്റിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇൻഡെക്സിനകത്ത് ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒന്നും അല്ല ഉണ്ടായിരിക്കുക. മറിച്ച് ആ ബുക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കീവേഡ്സ്, പ്രധാനപ്പെട്ട ടോപ്പിക്ക് ആയിട്ട് ബന്ധപ്പെട്ട കീവേഡ്സും ആ കീവേഡ് ഏതൊക്കെ പേജിനകത്താണുള്ളത് എന്ന കാര്യമാണ് അതിനകത്ത് ഉണ്ടാവുക. ഉദാഹരണമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ബിഹേവിയറൽ ഇഷ്യൂസ് എന്നുള്ള ഒരു ടോപ്പിക്ക് പേജ് നമ്പർ 2-നകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. സിവിൽ റൈറ്റ്സ് എന്നുള്ള ടോപ്പിക്ക് പേജ് നമ്പർ 1-നകത്തും 2-നകത്തും ഉണ്ട്. സോഷ്യൽ വർക്ക് എന്നുള്ള ടോപ്പിക്ക് എവിടെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പേജ് നമ്പർ 1-നകത്തുണ്ട്, 2-നകത്തുണ്ട്, 3-ക്കകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ ആദ്യം എവിടെ ചെക്ക് ചെയ്യും, ടേബിൾ ഓഫ് കണ്ടൻറ്റിനുള്ള ഫസ്റ്റ് കാണുന്ന ടേബിൾ ഓഫ് കണ്ടൻറ്റിൽ നോക്കും. അതിനകത്തുനിന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഹെഡിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടൻറ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവിടെ കാണുന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് എന്തെന്ന് വെച്ചാൽ ഇൻഡെക്സ് പേജിൽ, ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇൻഡെക്സ് പേജിൽ വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർട്ടിക്കുലർ കീവേഡ് ആ ബുക്കിനകത്ത് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. അതൊരു ഡിക്ഷണറി ഓർഡറിലായിരിക്കും പിന്നെ അത് കീപ്പ് ചെയ്തിട്ടിരിക്കുക. ഡിക്ഷണറി ഓർഡറിൽ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും അത് കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഒരു ടേം ഈ ബുക്കിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് നോക്കുക. നമ്മളിങ്ങനെ ABCD വന്ന് ഇവിടെ ഡിസ്ക്രിമിനേഷൻ കാണും അല്ല, ഏത് പേജിലുണ്ട്, പേജ് നമ്പർ 2-നകത്തുണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ സോഷ്യൽ ഇൻജസ്റ്റിസസ് എന്നുള്ളൊരു ടോപ്പിക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ നോക്കാൻ നമ്മൾ ഈ ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് വന്ന് കഴിഞ്ഞാൽ കണ്ടെത്തിയിട്ട് നേരെ നമ്മൾ എവിടെ പോകും, ആ പേജിലേക്ക് പോകും. എന്നിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കീവേഡ് ഈ ബുക്കിനകത്ത് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനകത്ത് ഏതൊക്കെ പേജിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഇൻഡെക്സ് പേജ് പിന്നെ ഈ ഡോക്യുമെൻറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, TOCക്കകത്ത് പ്രധാനപ്പെട്ട ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ആണെങ്കിൽ ഇൻഡെക്സ് പേജിനകത്ത് പ്രധാനപ്പെട്ട എല്ലാ കീവേഡ്സും ഉണ്ടായിരിക്കും. ഒരു ചില ബുക്കിനകത്ത് ഒരു 10-15 പേജ് തന്നെ ഇൻഡെക്സ് പേജായിട്ട് കൊടുക്കും.
ബുക്കിൻ്റെ സൈസിനനുസരിച്ച് ഇൻഡെക്സ് പേജ് കൂടും. പക്ഷേ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻറ്റ് അത്ര വലിയതായിരിക്കില്ല. 1-2 പേജിനകത്ത് ടേബിൾ ഓഫ് കണ്ടൻറ്റ് തീർന്നു പോകും, അല്ലെങ്കിൽ അത്ര ഉണ്ടാവുള്ളൂ. കാരണം ഹെഡിങ് സബ് ഹെഡിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻഡെക്സ് പേജ് കുറേ ഉണ്ടാവും. അതിൽ ആ ബുക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്രധാനപ്പെട്ട കീവേഡ്സും ഉണ്ടാവും. ആ കീവേഡ് ഉള്ളത് ഏത് പേജിലാണ്, ആ പേജ് നമ്പർ ഉണ്ടാവും. നമുക്ക് നേരെ ആ പേജ് നമ്പറിൽ പോയിട്ട് ടോപ്പിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാം. ആദ്യം ടേബിൾ ഓഫ് കണ്ടൻറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നമുക്കറിയാം ടേബിൾ ഓഫ് കണ്ടൻറ്റിനകത്ത് എന്താ ഉണ്ടാവുക, അതിനകത്ത് കുറേ ഹെഡിങ്ങുകൾ ഉണ്ടാവും, സബ് ഹെഡിങ്ങുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊക്കെ ഹെഡിങ്ങും ഏതൊക്കെ സബ് ഹെഡിങ്ങുമാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിക്കുക. അത് സെലക്ട് ചെയ്യുക, ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളൊക്കെ സെലക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ TOC എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് TOC എൻട്രീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ടാസ്ക്. എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്ന TOC എൻട്രീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്നുള്ള പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ 2 ടാസ്ക്കാണ് TOCക്കകത്തുള്ളത്, ടേബിൾ ഓഫ് കണ്ടൻറ്റിനകത്തുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് TOC എൻട്രീസ് സെലക്ട് ചെയ്യുക. അതായത് ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യുക, ആ സെലക്ട് ചെയ്ത ഹെഡിങ്ങും സബ് ഹെഡിങ്ങും യൂസ് ചെയ്തിട്ട് ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്നുള്ള പേജ് ക്രിയേറ്റ് ചെയ്യുക. ഈ 2 ടാസ്ക്കാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നു. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഡിഫൈനിങ് ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് എന്നുള്ള സംഭവമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ് സ്വാഭാവികമായിട്ടും ഡോക്യുമെൻറ്റിൻ്റെ ആദ്യ സ്റ്റാർട്ടിങ്ങിലാണ് പ്ലേസ് ചെയ്യുക. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, TOC ഈസ് യൂസ്ഡ് ടു പ്രസൻറ്റ് മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ് ആൻഡ് ദെയർ പേജ് നമ്പേഴ്സ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിലെ പ്രധാനപ്പെട്ട ഹെഡിങ്ങും സബ് ഹെഡിങ്ങും അതിൻ്റെ പേജ് നമ്പറുമാണ് ഇതിനകത്ത് ഉണ്ടാവുക, TOCക്കകത്ത് ഉണ്ടാവുക. ഇനി അത് ക്രിയേറ്റ് ചെയ്യാൻ 2 സ്റ്റെപ്പുകളുണ്ട്, സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1-നകത്ത് ഞാൻ പറഞ്ഞല്ലോ ക്രിയേറ്റിംഗ് TOC എൻട്രീസ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് TOC എൻട്രീസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് താല്പര്യമുള്ള ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ സെലക്ട് ചെയ്ത് വെക്കുക. അതാണ് TOC എൻട്രീസ്. അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ആ സെലക്ട് ചെയ്ത എൻട്രി ഉപയോഗിച്ച് ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്നുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് 1-നകത്ത് എന്തൊക്കെ ചെയ്യണം നോക്കാം. ഇത് കാണുമ്പോൾ കുറേ എണ്ണം ഉണ്ടെങ്കിലും ഇത് വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 1 ക്രിയേറ്റിംഗ് TOC എൻട്രീസ്. എന്തൊക്കെ ചെയ്യണം, സെലക്ട് ഹെഡിങ് സബ് ഹെഡിങ്. ഹെഡിങ് സബ് ഹെഡിങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എങ്ങോട്ട് പോവുക, ഗോ ടു ഇൻസേർട്ട് ഇൻഡെക്സ് ആൻഡ് ടേബിൾസ്, ഇൻഡെക്സ് എൻട്രി എന്നുള്ള മെനുവിൽ പോവുക. റൈറ്ററിലുള്ള ഇൻസേർട്ട് മെനുവിനകത്തുള്ള ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എന്നുള്ള മെനുവിന് ഇൻഡെക്സ് എൻട്രി എന്നുള്ള സബ് മെനുവിലേക്ക് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ഇൻഡെക്സ് ആസ് TOC, ടൈപ്പ് TOC ആയിട്ട് സെറ്റ് ചെയ്യുക. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാൻ ചെയ്യുമ്പോൾ, സെറ്റ് ലെവൽ ഓഫ് എൻട്രി, ലെവൽ സെറ്റ് ചെയ്യുക ഓരോ എൻട്രിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ലെവലാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക് ലെവൽ 1 ആണെങ്കിൽ രണ്ടാമത്തെ ടേം ലെവൽ 2 ആണ്. അപ്പോൾ ഇത് ഈ ലെവലിൻ്റെ സബ് ലെവലാണിത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഈ ഹെഡിങ് സബ് ഹെഡിങ്ങിൻ്റെ ലെവൽ നമ്പർ എത്രയാണെന്ന് നമ്മൾ പറയണം. അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ സെറ്റ് ലെവൽ എൻട്രി, അവസാനം ഇൻസേർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോ ഹെഡിങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എന്നുള്ള ഇൻഡെക്സ് എൻട്രിയിൽ പോവുക. ആ ഹെഡിങ് ഇൻസേർട്ട് ചെയ്യുക, അതിൻ്റെ ലെവൽ സെറ്റ് ചെയ്യുക. അടുത്ത ഹെഡിങ് എടുക്കുക, ഇൻസേർട്ട് ചെയ്യുക, ലെവൽ സെറ്റ് ചെയ്യുക. അടുത്ത ഹെഡിങ് എടുക്കുക, ഇൻസേർട്ട് ചെയ്യുക, ലെവൽ സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കുറേ ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. അതിനുശേഷം നമുക്ക് താല്പര്യമുള്ള ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ സെലക്ട് ചെയ്ത ശേഷം സ്റ്റെപ്പ് 2-നകത്ത് എന്താ ചെയ്യേണ്ടത്, ക്രിയേറ്റിംഗ് TOC പേജ്. നമ്മൾ സെലക്ട് ചെയ്ത ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു TOC പേജ് ക്രിയേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്, ടേക്ക് എ ഫ്രഷ് പേജ്, ഒരു പുതിയ പേജ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻസേർട്ട് മെനുവിൽ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിലെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്നുള്ള സബ് മെനുവിൽ പോവുക. ആ മെനുവിൽ പോയിട്ട് എന്ത് ചെയ്യുക, ടൈപ്പ് എന്തായിട്ട് സെറ്റ് ചെയ്യുക, സെലക്ട് ടൈപ്പ് ആസ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറയാം. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയ പേജ് എടുക്കുക, ഈ മെനുവിൽ പോവുക, എന്നിട്ട് അതിൻ്റെ ടൈപ്പ് TOC ആയിട്ട് സെറ്റ് ചെയ്യുക, ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. TOC ക്രിയേറ്റ് ചെയ്യുന്നതും ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒരേപോലെയാണ്. രണ്ടിൻ്റെയും പ്രോസസ്സ് ഒന്നാണ്, രണ്ടിൻ്റെയും മെനുവും സെയിം ആണ്.
നമ്മൾ റൈറ്ററിനകത്ത് നമ്മൾ TOC പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആയിരിക്കും. ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം ഏത് ടൈപ്പാണെന്നുള്ള. ടേബിൾ ഓഫ് കണ്ടന്റ് ആണെങ്കിൽ ടൈപ്പ് ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറയും. ഇൻഡെക്സ് പേജ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ഇൻഡെക്സ് ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് എന്ന് പറയും. TOC പേജ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടൈപ്പ് TOC എന്ന് പറയും, ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറയും. ഇൻഡെക്സ് പേജ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് എന്ന് പറയും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. TOC പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒരേ മെത്തേഡിലാണ്, ഒരേ മെത്തഡോളജിയാണ്, ഒരേ പ്രൊസീജിയറാണ്, ഒരേ മെനു ആണ്. ടൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിൾ ഓഫ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് 1ലേക്ക് ക്രിയേറ്റിംഗ് TOC എൻട്രീസ് നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്. നമുക്കിവിടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഈ ഡോക്യുമെൻറ്റിലെ പ്രധാനപ്പെട്ട ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ടേബിൾ ഓഫ് കണ്ടന്റ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഹെഡിങ് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് മെനുവിൽ പോവുക. ഇൻസേർട്ട് മെനുവിൽ ഇവിടെ കണ്ടോ ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ്. ഇതിനകത്ത് രണ്ടാമത്തെ ഇൻഡെക്സ് എൻട്രി എന്നുള്ള രണ്ടാമത്തെ സെലക്ട് ചെയ്യുക. ഇൻഡെക്സ് എൻട്രി. അപ്പോൾ ആദ്യം നമ്മൾ എൻട്രീസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻഡെക്സ് എൻട്രി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ കണ്ടോ, ഇവിടെ ഇതൊന്ന് മാറ്റി കൊടുക്കുക. ഇവിടെ കണ്ടോ, ഇത് ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ആണ് സ്റ്റാർട്ടിംഗ് ഉള്ളത്. നമ്മൾ ആ TOC ആണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടന്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഹെഡിങ് ആയതുകൊണ്ട് ഇതിനെ ഞാൻ ലെവൽ 1 എന്ന് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ഇൻസേർട്ടായി, ഫസ്റ്റ് എൻട്രി ആയി. ഇനി ഇതിവിടെ ഇങ്ങനെ നിന്നോട്ട് ഒന്നും ചെയ്യണ്ട. നമ്മൾ അടുത്ത സബ് ഹെഡിങ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കണ്ടോ, എൻട്രി എന്നുള്ളിടത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോഷ്യൽ വർക്ക് വന്നു. അതിന് നമ്മൾ ലെവൽ 2 ആയിട്ട് സെറ്റ് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സിവിൽ റൈറ്റ് എന്നുള്ള സബ് ഹെഡിങ്, അത് സോഷ്യൽ വർക്കിൻ്റെ സബ്ബായിട്ട് വരുന്ന സിവിൽ റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ലെവൽ 3 ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ സിവിൽ റൈറ്റ് ഇവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിവിൽ റൈറ്റ് ഇവിടെ വന്നു. ലെവൽ നമ്മൾ 3 ആക്കി കൊടുത്തു, ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഹെഡിങ് സെലക്ട് ചെയ്തു. ഈ ഹെഡിങ് സെലക്ട് ചെയ്തു. ഇതാ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ലെവൽ 3 തന്നെ മാറ്റുന്നില്ല, ഇൻസേർട്ട് ചെയ്തു. വീണ്ടും അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്തു. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. എൻട്രിയിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെലക്റ്റായി. ലെവൽ 3 തന്നെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് മെയിൻ സബ് ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ലെവൽ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ലെവൽ 2 ആക്കി മാറ്റി, ഇൻസേർട്ട് ചെയ്തു. ഇനി അതിൻ്റെ സബ് ഹെഡിങ്ങുകൾ മിലിറ്ററി സോഷ്യൽ വർക്കർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ സബ്ബായിട്ട് വരണം. അപ്പോൾ ലെവൽ 3ലേക്ക് മാറ്റി, ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തു. ലെവൽ 3 തന്നെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കർ എന്നുള്ള സബ് ഹെഡിങ് സെലക്ട് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ലെവൽ 3 തന്നെ ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും നമ്മൾ സെലക്ട് ചെയ്തു. എൻട്രീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ എൻട്രിയും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി വേണമെങ്കിൽ വേറെ സിവിൽ റൈറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ ഇതൊക്കെ സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു, ഇങ്ങനെയുള്ള കുറേ സംഭവമുണ്ട്. ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊക്കെ ഹെഡിങ്ങൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അവസാനം എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ എല്ലാ എൻട്രീസും ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, സ്റ്റെപ്പ് 1ൽ ക്രിയേറ്റിംഗ് TOC എൻട്രീസ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ സെലക്ട് ചെയ്തു. ഈ മെനുവിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, ടൈപ്പ് TOC ആയിട്ട് സെറ്റ് ചെയ്തു, ലെവൽ സെറ്റ് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ എൻട്രീസ് ഉപയോഗിച്ച് ഒരു TOC പേജ് ഉണ്ടാക്കണം, ടേബിൾ ഓഫ് കണ്ടന്റ് പേജ് ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യുക, പുതിയൊരു പേജ് എടുക്കണം, ഈ മെനുവിലേക്ക് പോകണം, അതിൻ്റെ ടൈപ്പ് TOC ആയിട്ട് സെറ്റ് ചെയ്യണം, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ്. നോക്കാം, നമ്മൾ സാധാരണഗതിയിൽ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലാണ് എന്ത് വെക്കുക, TOC പേജ് വെക്കുക, ടേബിൾ ഓഫ് കണ്ടന്റ്.
അപ്പോൾ ഞാൻ ഇവിടെ പുതിയൊരു പേജ് ഉണ്ടാക്കുക. പുതിയ പേജ് ഉണ്ടാക്കുക എളുപ്പപ്പണി ഇവിടെ ഒരു പേജ് ബ്രേക്ക് കൊടുത്താൽ മതി. ഞാൻ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ, ആദ്യത്തെ പേജിലുള്ളത്. ഞാൻ കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യും. കണ്ടോ, ഇത് ഒരു ഫ്രഷ് പേജായി. ഇനി ഈ പേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടേബിൾ ഓഫ് കണ്ടന്റ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇൻസെർട്ട് മെനുവിൽ പോവുക, ടേബിൾ ഓഫ് കണ്ടന്റിൻ്റെ ഇൻഡെക്സ് എടുക്കുക. എന്നിട്ട് ഈ മെനു, നേരത്തെ നമ്മൾ ഈ മെനു എടുത്ത് ഇൻഡെക്സ് എൻട്രീസ് ക്രിയേറ്റ് ചെയ്യുക, ഇൻഡെക്സ് എൻട്രിയിലാണ് പോയത്. ഇപ്പോൾ പോകേണ്ട ടേബിൾ ഓഫ് കണ്ടന്റ് എന്നുള്ള ടോപ്പുള്ള ഈ മെനു എടുക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഡയലോഗ് ബോക്സ് വരും. ഡയലോഗ് ബോക്സ് ശ്രദ്ധിക്കേണ്ട ഇവിടെ ടൈപ്പ് എന്താണെന്നാണ്. ടൈപ്പ് ഈ ടേബിൾ ഓഫ് കണ്ടന്റ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് അല്ല, മറിച്ച് ടൈപ്പ് എന്തായിരിക്കണം, ടേബിൾ ഓഫ് കണ്ടന്റ് ആയിരിക്കണം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് മാനുവൽ ചേഞ്ചസ്. നമുക്ക് ഇൻഡെക്സ് ഈ കണ്ടന്റ് പേജിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇത് ഡിസേബിൾ ആക്കിയിടേണ്ടതാണ് നല്ലത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മളെ പേജ് ഇവിടെ റെഡിയായി. കണ്ടോ, നമ്മളെ കണ്ടന്റ് പേജ് റെഡിയായി. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഈ സ്പെല്ലിങ് വ്യത്യാസത്തിലൊക്കെ ഒരു റിപ്പീറ്റേഷൻ കാണാം. അപ്പോൾ നമ്മൾ ഒന്നിലധികം സ്ഥലത്തുണ്ടെങ്കിൽ ഈ ഹെഡിങ് ഉണ്ടെങ്കിൽ ഇത് ഒന്നിലധികം തവണ ഇവിടെ വരും. നമ്മൾ ഡോക്യുമെൻറ്റിൽ ഈ ഹെഡിങ് ചിലപ്പോൾ ഒന്നിലധികം തവണ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ പോസിബിൾ കരിയർ സോഷ്യൽ വർക്ക് എന്നുള്ള 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കണ്ടന്റ് പേജ് റെഡിയായി. കണ്ടോ, ഇതിനകത്ത് നമ്മളെ കണ്ടന്റ് പേജ് ടേബിൾ ഓഫ് കണ്ടന്റ് റെഡിയായി. ഇൻട്രഡക്ഷൻ ടു സോഷ്യൽ വർക്ക് പേജ് നമ്പർ 2 പ്രധാനപ്പെട്ട നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഹെഡിങ്ങും ഇതിനകത്ത് വന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, TOC പേജ് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റെപ്സ് വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഹെഡിങ് ഒക്കെ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് മെനുവിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് പോയിട്ട് എൻട്രീസ് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാം കഴിഞ്ഞ ശേഷം പുതിയൊരു പേജ് എടുക്കുക. അത് സ്റ്റാർട്ടിംഗ് പേജാണ് നല്ലത്. പുതിയ പേജിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ടേബിൾ ഓഫ് കണ്ടന്റ് പോയിട്ട്, അതായത് ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ടേബിൾ ഓഫ് കണ്ടന്റിൽ പോയിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ എന്ത് വരും, ഈ ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ടൈപ്പ് എന്താണെന്നല്ല, ടേബിൾ ഓഫ് കണ്ടന്റ് ഓൾറെഡി ഉണ്ടാക്കിക്കൊണ്ട് ഡിസേബിൾ ആണ്, ടേബിൾ ഓഫ് കണ്ടന്റ് ആണ്. അത് കൊടുക്കുക. ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് റെഡിയായി. സോ ആ ടേബിൾ ഓഫ് കണ്ടന്റ് എന്നുള്ള പേജ് റെഡിയായി. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, അതായത് ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിന് ടേബിൾ ഓഫ് കണ്ടന്റ് ആയി അല്ലേ, ഈ കണ്ടൻ്റൊക്കെ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻഡെക്സ് പേജും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇൻഡെക്സ് പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ടേബിൾ ഓഫ് കണ്ടന്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിഫൈനിങ് ഇൻഡെക്സ് പേജ്. അപ്പോൾ ഇതിനകത്ത് ഇതേ 2 സ്റ്റെപ്പാണ് ഉള്ളത്. ആദ്യം കീവേഡ്സ് സെലക്ട് ചെയ്യുക, അത് ഇൻസേർട്ട് ചെയ്ത് എൻട്രീസ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഉണ്ടാക്കി വെച്ച എൻട്രീസ് ഉപയോഗിച്ചിട്ട് ഒരു ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യുക. ഈ 2 സ്റ്റെപ്പ് അതിനകത്തുള്ള വഹിക്കുക. ഇവിടെ എന്തൊക്കെ പറയുന്നത് നോക്കാം നമുക്ക്. ഇൻഡെക്സ് പേജസ് കണ്ടെയ്ൻസ് ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് അപ്പിയർ ഇൻ ദ ഡോക്യുമെൻറ്റ് ആൻഡ് ദെയർ പേജ് നമ്പർ. ഇൻഡെക്സ് പേജിനകത്ത് ഉണ്ടാവുക ആ ബുക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കീവേഡ്സും അതിൻ്റെ പേജ് നമ്പറുകളും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഈസിലി ഫൈൻഡ് ഔട്ട് വെദർ എ ടോപ്പിക് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദ ഡോക്യുമെൻ്റ് ഓർ നോട്ട്. ഈ ഡോക്യുമെൻറ്റിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ എളുപ്പമാർഗ്ഗം എന്താണ്, ഒന്നില്ലെങ്കിൽ കണ്ടന്റ് പേജ് പോവുക, TOC പോവുക, അല്ലെങ്കിൽ ഇൻഡെക്സ് പേജ് പോയിട്ട് ഇൻഡെക്സ് പേജിനകത്ത് ആ കീവേഡ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക. അതാണ് അതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. യൂസർ ലുക്സ് ദ ഇൻഡെക്സ് പേജ് ഫോർ ദ ടോപ്പിക്. യൂസർ എന്ത് ചെയ്യും, ബുക്ക് വായിക്കുന്ന ആൾ ഇൻഡെക്സ് പേജ് നോക്കും, എന്നിട്ട് ആ ടോപ്പിക് ഉണ്ടോ എന്ന് നോക്കും. ആൻഡ് ഗോ ടു എന്നാണ് ഇവിടെ വേണ്ടത് കേട്ടോ, ഗോ ടു എന്ന് എഴുതിയത്, ഗോ ടു ദ പേജ് ടു റീഡ് ദ ടോപ്പിക്. അപ്പോൾ ഇൻഡെക്സ് പേജിനകത്ത് ആ ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ഏത് പേജ് നമ്പറിലാണെന്ന് പറയും. നേരെ യൂസർ എന്ത് ചെയ്യും, റീഡർ എന്ത് ചെയ്യും, ആ ടോപ്പിക്ക് പോയിട്ട് ടോപ്പിക്ക് റീഡ് ചെയ്യും. ഇതാണ് അതിൻ്റെ പർപ്പസ്. ഇൻഡെക്സ് പേജസ് ആർ പ്ലേസ്ഡ് അറ്റ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് എന്ത് പ്ലേസ് ചെയ്യുക, അവസാന ഭാഗത്താണ് ഈ ഇൻഡെക്സ് പേജ് പ്ലേസ് ചെയ്യുക. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് എന്ത് ചെയ്യുക, ക്രിയേറ്റിംഗ് ഇൻഡെക്സ് എൻട്രീസ്. നേരത്തെ
ഹെഡിങ്ങും ടൈറ്റിലൊക്കെ സെലക്ട് ചെയ്ത പോലെ ഇവിടെ എന്ത് സെലക്ട് ചെയ്യണം? പ്രധാനപ്പെട്ട കീവേഡ്സ് ഡോക്യുമെൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കീവേഡ്സിൻ്റെ എൻട്രി ലിസ്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് ആ ലിസ്റ്റ് ഓഫ് എൻട്രീസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റിംഗ് ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ക്രിയേറ്റിംഗ് ഇൻഡെക്സ് എൻട്രീസ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. സെലക്ട് ദ കീവേഡ്. ഡോക്യുമെൻറ്റിൽ നമ്മൾ കീവേഡ്സ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ഇൻഡെക്സ് ആൻഡ് ടേബിൾ ഇൻഡെക്സ് എൻട്രിയിൽ പോയിട്ട് നേരത്തെ ചെയ്ത അതേ മെനു പോയിട്ട് തന്നെ എന്ത് ചെയ്യും? എൻട്രീസ് സെലക്ട് ചെയ്യും. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെലക്ട് ടൈപ്പ് ആസ് ആൽഫബറ്റിക്കൽ ഇൻഡെക്സ്. ടൈപ്പ് എന്താക്കി മാറ്റണം? ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ആക്കണം. നേരത്തെ എന്തായിരുന്നു ടൈപ്പ്? ടേബിൾ ഓഫ് കണ്ടന്റ് ആയിരുന്നു, TOC ആയിരുന്നു. ഇപ്പോൾ എന്താണ്? TOCക്ക് പകരം എന്തായിരിക്കണം? ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ആയി ടൈപ്പ് ആക്കണം. അപ്ലൈ ടു ഓൾ സിമിലർ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാ ഉപയോഗിക്കുക? ഒരു കീവേഡ് നമ്മൾ സെലക്ട് ചെയ്ത് അത് വേറെ പേജിലൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ പേജിൻ്റെയൊക്കെ നമ്പർ ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? അപ്ലൈ ടു ഓൾ സിമിലർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പേജിൽ നിന്ന് ഒരു കീവേഡ് സെലക്ട് ചെയ്തു, അതേ കീവേഡ് തന്നെ, അതേ പ്രധാനപ്പെട്ട വേർഡ് തന്നെ ആ ഡോക്യുമെൻറ്റിലെ ആ ബുക്കിലെ വേറെ പേജുകളിലൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ പേജ് നമ്പറൊക്കെ ഇൻഡെക്സ് പേജിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്ലൈ ടു ഓൾ സിമിലർ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. എന്നിട്ട് അവസാനം നേരത്തെ പോലെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഇൻഡെക്സും ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ഇൻഡെക്സുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റിംഗ് ഇൻഡെക്സ് പേജ്. അപ്പോൾ നമ്മൾ കുറേ എൻട്രീസ് സെലക്ട് ചെയ്തു. ആ എൻട്രീസ് ഉപയോഗിച്ച് നമ്മൾ ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നേരത്തെ പോലെ തന്നെ സെലക്ട് എ ഫ്രഷ് പേജ്. ഒരു പുതിയ പേജ് എടുക്കുക. സ്വാഭാവികമായിട്ടും ലാസ്റ്റ് പേജാണ് നല്ലത്, അവസാനത്തെ പേജുകൾ. എന്നിട്ട് നേരത്തെ അതേ മെനുവിൽ പോവാം. ഇൻസേർട്ട് ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എന്നുള്ള മെനുവിൽ പോവാം. എന്നിട്ട് ടൈപ്പ് മാത്രം മാറ്റി കൊടുക്കുക. എന്താക്കുക? ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ആക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. വളരെ സിമ്പിളാണ്. ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒരേ മെനു ആണ് യൂസ് ചെയ്യണത്. ടൈപ്പ് മാത്രം മാറ്റി കൊടുത്താൽ മതി. നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്. TOC നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിഷ്ടമുള്ള പ്രധാനപ്പെട്ട സോഷ്യൽ വർക്കർ പ്രധാനപ്പെട്ട കീവേഡാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ടേബിൾ ഓഫ് കണ്ടൻറ്റിൻ്റെ ഇൻഡെക്സ് പോയിട്ട് ആദ്യം ഇൻഡെക്സ് എൻട്രി ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ അതേപോലെ ഇൻഡെക്സ് എൻട്രി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇതേ ഡയലോഗ് ബോക്സ് വരും. ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം? ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ആക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ടു ഓൾ സിമിലർ ടെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ടു ഓൾ സിമിലർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ എനിക്ക് മറ്റൊരു കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത് പ്രധാനപ്പെട്ട ഒരു കീവേഡാണെന്ന് വിചാരിക്കുക. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു മിനിറ്റ്, ഇതിനൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കീവേഡാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിവിടെ സെലക്ട് ചെയ്യുന്നു, അല്ലേ? ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്തത് ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് ഒരു പ്രധാനപ്പെട്ട കീവേഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാനത് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ അങ്ങനെ നമുക്കിഷ്ടമുള്ള കീവേഡ്സൊക്കെ സബ്സ്റ്റൻസ് അബ്യൂസ് പ്രോബ്ലംസ് ഇതൊരു പ്രധാനപ്പെട്ട കീവേഡാണ്. സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്ന എല്ലാ കീവേഡ്സും വേണമെങ്കിൽ ഹെഡിങ്ങും സെലക്ട് ചെയ്യാം കേട്ടോ. ഏതും സെലക്ട് ചെയ്യുക. ഡിസബിലിറ്റി പേ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെ ഹെഡിങ് സബ് ഹെഡിങ് എന്നുള്ള ഒരു വ്യത്യാസമില്ല. ബിഹേവിയറൽ ഇഷ്യൂസ് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കീവേഡും നമ്മൾ എന്ത് ചെയ്തു? മിലിറ്ററി സോഷ്യൽ വർക്കർ എന്നുള്ള ഇത് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള എല്ലാ കീവേഡ്സും. ഇപ്പോൾ കൗൺസിലിംഗ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ പ്രധാനപ്പെട്ട കീവേഡ്സും നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ക്ലോസ് ചെയ്യുക. ഇനി വേണമെങ്കിൽ അടുത്ത പേജിലേക്ക് കൂടി ഒന്ന് പോവാം. എന്നാൽ പേജ് നമ്പർ ഒന്ന് കാണാമല്ലോ, അല്ലേ? ഈ ലാസ്റ്റ് പേജിൽ മെൻ്റൽ ഇൽനെസ് എന്നുള്ള കീവേഡ് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, അല്ലേ? ഇങ്ങനെയുള്ള എല്ലാ കീവേഡും നമ്മൾ സെലക്ട് ചെയ്തു, ക്ലോസ് ചെയ്തു.
ഇപ്പോൾ നമ്മൾ എല്ലാ എൻട്രീസുമായി. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ, ഈ എൻട്രീസ് ഉപയോഗിച്ച് നമ്മൾ ഇൻഡെക്സ് പേജ് ഉണ്ടാക്കണം. ഇൻഡെക്സ് പേജ് എവിടെ ഉണ്ടാക്കുക, നമ്മളൊരു ലാസ്റ്റ് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ലാസ്റ്റിലൊരു പുതിയ പേജ് കൺട്രോൾ എൻ്റർ അടിച്ചാൽ പുതിയൊരു പേജ് ഇവിടെ വരും അല്ലേ. എന്താ പുതിയൊരു പേജ് വന്നു. പുതിയ പേജിനകത്ത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻസേർട്ട് മെനുവിനകത്ത് പോയിട്ട് നേരത്തെ ചെയ്ത ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആൻഡ് ഇൻഡെക്സിൽ വന്നിട്ട് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആൻഡ് ഇൻഡെക്സ് സെയിം മെനുവിൽ വരിക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അതേ ഡയലോഗ് ബോക്സ് വരും സെയിം. എന്താ മാറ്റേണ്ടത്, ഈ ടൈപ്പ് മാറ്റുക. ടേബിൾ ഓഫ് കണ്ടൻറ്റ് മാറ്റിയിട്ട് എന്താ ചെയ്യുക, ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് കൊടുക്കുക. മാനുവൽ ചേഞ്ചസ് നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ അത് ഡിസേബിൾ ആക്കുക. ഈ കമ്പൈൻ ഇത്തരം അനാവശ്യ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവസാനം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഓക്കെ പ്രസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ പ്രസ് ചെയ്യുക. ഇതാ നമ്മുടെ ഇൻഡെക്സ് പേജ് റെഡിയായി. കണ്ടോ, ബിഹേവിയറൽ ഇഷ്യൂസ് പേജ് നമ്പർ 2 4 അല്ലേ. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പേജ് നമ്പർ 2 4 അല്ലേ. ഇതെല്ലാം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കാണാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കീവേഡും, ഉദാഹരണത്തിന് സോഷ്യൽ വർക്ക് എന്നുള്ള കീവേഡ് 1 2 3 4 5 ഈ പേജിലൊക്കെ ആ കീവേഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലത് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നത് നിങ്ങൾ കാണാം. ഇവിടെ സോഷ്യൽ വർക്ക് ചെറിയൊരു കാരണമുണ്ട്. ഇതിൻ്റെ സ്പെല്ലിങ് കണ്ടോ, ഇതൊക്കെ സ്മോൾ ലെറ്റർ ആകുമ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായി, ഇത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ നെക്സ്റ്റ് ക്യാപിറ്റൽ. ആ ഒരു വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതൊന്നും വേണ്ട, ഇത് രണ്ടും വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിലനിർത്താം. ഓക്കെ, സോ വി ഹാവ് ഡൺ ബോത്ത് ദ തിങ്സ് അല്ലേ. TOC എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഇൻഡെക്സ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. TOCയും ക്രിയേറ്റ് ചെയ്തു, ഇൻഡെക്സ് പേജും ക്രിയേറ്റ് ചെയ്തു. രണ്ടിൻ്റെയും മെത്തേഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ മെനൂസാണ്, ഒരേ മെത്തേഡാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, ടൈപ്പ് ഒന്ന് മാറ്റി കൊടുക്കുക. എൻട്രി ക്രിയേറ്റ് ചെയ്യുമ്പോഴും TOC പേജ് ഉണ്ടാക്കുമ്പോഴും ടൈപ്പ് ഒന്ന് മാറ്റി കൊടുക്കുക. ഒന്നിന് ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് ടൈപ്പ് കൊടുക്കുക, മറ്റതിന് ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് എന്ന ടൈപ്പ് കൊടുക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സും സെയിം ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ മെനുവും സെയിം ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഇതിനൊന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫയലിൽ നിന്ന് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ആസ് PDF എന്ന് ചെയ്യാം. PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഇതവിടെ ഞാൻ തൽക്കാലം അതിനെ ഡെസ്ക്ടോപ്പിൽ പെട്ടെന്ന് കാണാൻ വേണ്ടി ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നു. ടെസ്റ്റ് എന്നുള്ള പേരിൽ ഞാൻ അതിനെ സേവ് ചെയ്യുന്നു. ടെസ്റ്റ് എന്നുള്ള പേരിൽ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡോക്യുമെൻ്റ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് എന്നുള്ള ആ പെർട്ടിക്കുലർ ഇവിടെ വന്നിരിക്കുന്നു അല്ലേ. ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഉണ്ട് അല്ലേ, നമ്മളെ കണ്ടൻസ് ഉണ്ട്, മൊത്തം കണ്ടൻസ് ഉണ്ട്. അവസാനം എന്തുണ്ട്, അവസാനം ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ വി ഹാവ് ഡൺ വിത്ത് ദീസ് 2 ടോപ്പിക്സ്, TOCയും ഇൻഡെക്സ് പേജും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് 2 കാര്യങ്ങളും കൂടിയേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഒന്ന് ക്രിയേറ്റിംഗ് ടെംപ്ലേറ്റ്, എങ്ങനെയാണ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക. മറ്റൊന്ന് മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് മെയിൽ മെർജ് നമ്മൾ റൈറ്റർ യൂസ് ചെയ്തിട്ട് മെയിൽ മെർജ് എന്നുള്ള പ്രോസസ്സ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്യും. അതോടുകൂടി നെക്സ്റ്റ് സെഷനോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ നമ്പർ 3 കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി പറയുന്നു. താല്പര്യമുള്ളവർ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഇത് ആവശ്യം വരുന്ന സുഹൃത്തുക്കൾക്ക് മാത്രം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.